ഹേമ വിളിക്കുന്നു. ആ ഹലോ ഹേമേ. ചേച്ചി, ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്തിൽ ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറിഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഭർത്താവായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. ഞാൻ ഇപ്പം ഇച്ചിരി തിരക്കില്ല. ശരി. ഓ, ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത്? എല്ലാവരും അങ്ങ് റെഡിമെയ്ഡാ. പക്ഷെ റെഡിമെയ്ഡ് മേടിച്ചാൽ നമ്മുടെ അറിവ് കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോന്നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുറങ്ങാഞ്ഞത്? വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പം കാലത്ത് വന്നിട്ട് കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി? അതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്. എന്തോ ഞാൻ കാരണമൊന്നും എനിക്കറിയത്തില്ല. പറയണ്ട. പിന്നെ നാളെ എന്റെ കല്യാണമാണെന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? എനിക്കറിയാലോ. ആ വേണ്ടേ, നിങ്ങളല്ലേ എന്റെ പെണ്ണിനൊരാളെ കല്യാണ ബ്ലൗസ് ഒക്കെ തയ്ച്ചു തന്നത്? എന്റെ പൊന്നി ചേച്ചി, ഇന്ന് രാവിലെ ഞാൻ ആ പെണ്ണിന് കല്യാണ ബ്ലൗസും സാരിയുടെ ഒക്കെ ഫോട്ടോ ഇട്ട് കൊടുത്തു. കല്യാണ ബ്ലൗസ് കണ്ടിട്ട് അവള് പറയുവാ, ബ്ലൗസ് ശരിയായില്ല, ഇതിന്റെ പുറയിൽ ഒരു ജനലൂടെ വെച്ച് കൊടുക്കാൻ. കാറ്റ് കയറാനായിരിക്കും, നമുക്ക് ജനൽ വേണ്ട, ഒരു AC അങ്ങ് പിടിപ്പിച്ചാൽ. ജനലല്ലെന്ന് ചേച്ചി, ഇവിടെ ഇങ്ങനെ കണ്ണൊക്കെ വരച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ഒക്കെ വെക്കത്തില്ലേ, മുത്തൊക്കെ വെച്ച്? ഡിസൈൻ അത് കൂടെ തയ്ച്ചതാ. എനിക്ക് രാവിലെ കൊണ്ടുപോകണ്ടേ, കല്യാണത്തിന് പോകണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, കടയിലോട്ട് വാ. നാളെ കട തുറന്നിട്ട് ഞാനങ്ങ് തയ്ച്ചു തരാം. അയ്യോ, നാളെ കല്യാണത്തിന് പോകണോ? ഇന്ന് തയ്ച്ചതാ. തയ്ക്കാലോ. എടാ, ഇതിനകത്ത് ചവിട്ടാ എനിക്ക് കാല് വയ്യയുടെ പ്രകാശ. ചേച്ചിക്ക് ചവിട്ടാൻ വയ്യ. ഞാൻ ചവിട്ടാ, ചേച്ചി പുറകോട്ട് മാറിയിരി. ഇത് ചവിട്ടാനേ തയ്യൽ മെഷീൻ അല്ലാതെ സൈക്കിൾ അല്ല. ചേച്ചി കുഞ്ഞു കളിക്കാതെ എനിക്ക് കല്യാണത്തിന്റെ ഇത് തയ്ച്ചതാ. ഇല്ലെന്നോട്ടെ ആ പെണ്ണ് കഴുത്ത് തീട്ടി തരത്തില്ലെന്ന്. നീ എന്തോ ആമയാണോ കെട്ടുന്നത്? അല്ല, കഴുത്ത് തീട്ടി തരത്തില്ലെന്ന് പറഞ്ഞോട് ചോദിച്ചതാ. ചേച്ചി അവൾ ഭയങ്കര വാശിയാണെന്ന്. പഠിത്തമൊക്കെ ഉണ്ടോ? വാശി കാണിക്കാൻ പഠിക്കണോ? അതല്ല, ഈ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അവള് ബി കോംപ്ലക്സ് അല്ലേ? എന്തോ വിറ്റാമിന്റെ കുറവാണോ കൊച്ചിന്? അല്ല, അവള് ബി കോം പാസ്സാന്ന്. ആണോ? എടാ, പെണ്ണിന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവോ? അയ്യോ, ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ ലഡുവിനകത്തെ മുന്തിരി കൊടുത്തില്ല എന്നും പറഞ്ഞ് എന്തോ ഒച്ച അവൾ ഉണ്ടാക്കിയെന്നറിയോ? ഒച്ചുണ്ടാക്കാൻ അറിയാവുന്നല്ല ചോദിച്ചത്. വല്ലതും വെച്ചുണ്ടാക്കാൻ ഈ പാചകമൊക്കെ അറിയാമോ? പിന്നെ അവൾ അടിപൊളി കുക്കല്ലേ. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എന്നും അവള് യൂട്യൂബ് ചാനലിൽ ഈ കുക്കിംഗ് വീഡിയോ ഇടും. അങ്ങനാണെങ്കിൽ നിനക്ക് 4 നേരം നിറച്ച് നെഗറ്റീവ് കമന്റ് തിന്നാം. ചേച്ചി, പിന്നെ ഈ ജനൽ വെക്കുന്നതിന്റെ കൂട്ടത്തില് ഈ 2 സൈഡിലും കണ്ണാടിയും കൂടെ ഒന്ന് വെച്ചേക്കണേ. എന്താ പുറകേന്ന് വരുന്നവരെ കാണാനായിരിക്കും? സൈഡ് മിറർ വെക്കുന്ന കാര്യമല്ല ചേച്ചി. ഇവിടെ ഇങ്ങനെ ചെറിയ ഡയമനും ഈ ലവ് ചിഹ്നം ഒക്കെ വെച്ചിട്ട് ചുറ്റിന് ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യണം. എടാ, നീ ഉദ്ദേശിച്ചതേ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ തന്നിട്ട് ചുറ്റിനും നോ ബോഡി ടച്ചിങ്. തേനീച്ച കൂടെ പോലെ ആക്കി കളഞ്ഞില്ല. അല്ല പിന്നെ കല്യാണത്തിന് വരുമ്പോ ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ചേച്ചി, കേട്ടോ. നീ എന്തുവാടാ പ്രതീക്ഷിച്ചത്? സംഭാവന. എന്റെ ദൈവമേ, ആ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് നിനക്കുള്ള ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ബുക്ക് നോക്കുന്ന അളവൊക്കെ ഞാൻ നേരത്തെ എന്തല്ലയോ? അയ്യോ, അളവിനല്ല, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാലുകാച്ചിന് എന്തോ സംഭാവന ആണെന്ന് അറിയാനായിരുന്നു. അത് ശരി, ഞാൻ വന്നതാ. പാലാച്ചിനൊക്കെ വന്നോ? ഞാൻ കണ്ടായിരുന്നു നീ അവിടെ നിന്ന് ബിരിയാണി കേട്ടുന്നത്. മൊബൈലിൽ ചേച്ചി അന്ന് ഫോട്ടോ എടുത്തിട്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. പ്രകാശൻ പുത്തൻ വീട്ടിൽ 201 രൂപ. അതാണ് ബ്രാക്കറ്റിൽ കടം. ഏടാ, ഞങ്ങളുടെ പാലുകാച്ചിന് വന്ന് മൂക്കുമുട്ടെ ബിരിയാണി തിന്ന് 201 രൂപ കടം പറഞ്ഞതും പോരാഞ്ഞ് നീ കുറെ പൊതിഞ്ഞായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. അതെന്തിനായിരുന്നു? അത് പിന്നെ അടുത്തെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ അമ്മ വീട്ടിൽ ചോറ് വെക്കത്തില്ല. എന്റെ ദൈവമേ, അല്ലെ അടുത്തൊന്നും വിശേഷം ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ എന്തോ ചെയ്യും? അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെ അമ്മ ഒരു നൂലുകെട്ടെങ്കിലും പിടിക്കും. നീ ഇങ്ങനെ കണ്ടറമ്പി തിന്നത് കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണറിയുന്ന നാണക്കേടല്ലോടാ? അതൊന്നും കാര്യമല്ലേ ചേച്ചി, കാരണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടും പോവല്ലേ. അമ്മായച്ചൻ ഉണ്ടാക്കി വെച്ചെല്ലാം ഈ ചെറുക്കൻ തിന്ന് മുടിക്കും കേട്ടോ. ചേച്ചി, അത് ഇതും പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് ശരിയാക്കിയതാ. പിന്നെ വേറൊരു കാര്യം, നാളെ രാവിലെ കർണനെയും കൂട്ടി അങ്ങ് വരണേ. 8 മണിയാകുമ്പോഴത്തേക്ക്. 8 മണിക്ക് അവിടുന്ന് പുറപ്പെടുന്നേ. കർണനെണ്ണ 2 ആഴ്ചയായാലും മിണ്ടിയിട്ട്. കിടക്കുവാണോ? അതുകൊണ്ടല്ലെന്ന് വഴക്കിട്ട് എന്നോട് ഇപ്പൊ 2 ആഴ്ചയായി മിണ്ടിയിട്ട്. എന്തിനാ പുള്ളി വഴക്കുണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തൊട്ടതിന് പിടിച്ചതിനും എല്ലാം വഴക്കാണ്. ജോലി എന്തുവാ? ATM-ന്റെ ഫ്രണ്ടിൽ കാവലിരിപ്പാ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത്, ഇപ്പൊ എഴുന്നള്ളൂ.